നമസ്കാരം മക്കളെ, പരീക്ഷയാണല്ലോ. അപ്പോൾ മലയാളത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യം നമുക്കൊന്ന് പഠിച്ചു വെച്ചാലോ. നമ്മുടെ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു പാഠഭാഗമായിരുന്നു പടക്കളത്തിലേക്ക് എന്നുള്ള പാഠഭാഗം. മലയാള ഭാഷയുടെ പിതാവ്, കിളിപ്പാട്ട് പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛനാണ്. പ്രാചീന കവിത്രയത്തിലെ കവി കൂടിയാണ്. അദ്ദേഹമാണ് നമ്മുടെ പാഠഭാഗം എഴുതിയിട്ടുള്ളത്. അദ്ദേഹം രചിച്ച മഹാഭാരതം കിളിപ്പാട്ട് എന്ന കൃതിയിലെ ദ്രോണപർവം എന്നുള്ള ചെറിയൊരു ഭാഗത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ പാഠഭാഗം. അപ്പൊ ദ്രോണപർവം എന്ന് ദ്രോണറെ ചുറ്റിപ്പറ്റിയുള്ള, ദ്രോണറെ കുറിച്ചുള്ള ഒരു ഭാഗമാണ്. ആ ഭാഗത്തുള്ള ഒരു ഭാഗം അല്ലെ, ആ ഭാഗത്തുള്ള ചെറിയൊരു കാര്യമാണ് നമ്മുടെ പാഠഭാഗമായി വരുന്നത്. അപ്പോൾ അതിനു മുന്നേ എന്തായിരുന്നു കുരുക്ഷേത്ര യുദ്ധം എന്നുള്ളത് നമ്മൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. പാണ്ഡവരും കൗരവരും തമ്മിലുള്ള യുദ്ധമായിരുന്നു കുരുക്ഷേത്ര യുദ്ധമായിട്ട് അറിയപ്പെട്ടിരുന്നത്. അതിൽ കൗരവപ്പടയുടെ നേതാവാണ് ആര്? ദ്രോണർ. ആ ദ്രോണറെ കുറിച്ചാണ് നമ്മുടെ കവിത. അപ്പൊ ദ്രോണർ എന്ത് ചെയ്യുന്നു? ദ്രോണർ കൗരവർ പരാജയപ്പെടാൻ വേണ്ടി പോകുന്ന ഒരു സമയത്ത് യുദ്ധത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ പരിഭ്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു? കൗരവ പടയുടെ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നു. അങ്ങനെ നേതൃസ്ഥാനം ഏറ്റെടുത്ത് പരാജയത്തിന്റെ ആ പേടിച്ചിരിക്കുന്ന അവരുടെ കൗരവ പടയെ ആ പടയെ യുദ്ധത്തിന് വേണ്ടി സജ്ജമാക്കുന്ന, യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്ന ഒരു ഭാഗമാണ് കവിതയായി തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് ഒരു ചോദ്യം നമുക്ക് ഇങ്ങനെ എഴുതിയാലോ. കുറിപ്പ് തയ്യാറാക്കുക. ഈ യുദ്ധസ്നേഹങ്ങൾ കണ്ട് ഭയപ്പെടാതെ കൗരവ സൈന്യത്തെ നയിക്കുന്ന ദ്രോണരുടെ പ്രവർത്തനങ്ങളെ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പൊ ദ്രോണരുടെ പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുക? ആ വിശകലനം ചെയ്താണ് കുറിപ്പ് തയ്യാറാക്കേണ്ടത്. അതിന് ഉത്തരമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഉത്തരമായി നമുക്ക് ഇങ്ങനെ എഴുതാം. കൗരവസേന ചക്രം തിരിയുന്നത് പോലെ പരിഭ്രമിക്കുന്ന സാഹചര്യത്തിലാണ്. ചക്രം തിരിയാന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ എല്ലാ ദിക്കും എന്ത് ചെയ്യുന്നു? എല്ലാ ദിക്കിന്നും പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അപ്പൊ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിച്ചിരിക്കുന്ന, പരിഭ്രമിച്ചിരിക്കുന്ന സമയത്താണ് ദ്രോണർ എന്ത് ചെയ്യുന്നത്? ദ്രോണർ കൗരവ സൈന്യത്തെ നയിക്കുന്നത്. ഈ യുദ്ധസ്നേഹങ്ങൾ കണ്ട് ഭയപ്പെടാതെ കൗരവ സൈന്യത്തെ നയിക്കുന്ന ദ്രോണർ അവരെ ധൈര്യത്തോടൊപ്പം യുദ്ധത്തിന് തയ്യാറെടുപ്പിക്കുകയും ചെയ്യുന്നു. യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഐക്യവും തന്ത്രപരമായ നീക്കങ്ങളും ആവശ്യമാണെന്ന് അദ്ദേഹം ഊന്നി പറയുന്നു. എല്ലാ സൈനികരും ഒന്നിച്ചു നിൽക്കണം, യുദ്ധത്തിൽ ആനകളെ മുന്നിൽ നിർത്തണമെന്നും സേനാനായകർ ദ്രോണർ നിർദ്ദേശം നൽകി. വേഗം തന്നെ പൊടിപടലങ്ങൾ അകറ്റിടുക, ആയോധന കളികളിൽ സാമർഥ്യമുള്ളവർ ഒന്നിച്ചു നിൽക്കുക എന്നിങ്ങനെ നിർദ്ദേശങ്ങൾ നൽകി ആർത്തു വരുന്ന പാണ്ഡവപ്പടയുടെ മുന്നിൽ അന്താളിച്ചു നിൽക്കുന്ന സൈന്യത്തെ ഉറപ്പിച്ചു നിർത്തുകയാണ് ദ്രോണർ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാഠഭാഗവുമായി ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് ദ്രോണരുടെ ഇടപെടലുകൾ, ദ്രോണരുടെ പ്രവർത്തനം എങ്ങനെയായിരുന്നു കൗരവപ്പടക്ക് ആശ്വാസം നൽകിയത്? ആ പ്രവർത്തനം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ സെറ്റായിട്ട് പഠിച്ചു വെക്കണം. അപ്പൊ മക്കളെ വീഡിയോസ് കാണുക. വീഡിയോസ് കണ്ട് എന്ത് ചെയ്യുക? ഇതുപോലുള്ള ചോദ്യങ്ങളായിട്ട് ഇതുപോലുള്ള ചോദ്യങ്ങളായി വീണ്ടും വരുന്നതാണ്. എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്.